തലസ്ഥാനത്തെ നടുക്കിയ കൂട്ടക്കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടും മറ്റ് രണ്ടിടങ്ങളിലുമായിട്ടാണ് 23 വയസ്സുള്ള യുവാവ് സ്വന്തം കുടുംബത്തിലെ 5 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. വെഞ്ഞാറമൂട് പേരുമല സ്വദേശിയായ 23 വയസ്സുള്ള അഫാനാണ് ഈ ക്രൂരകൃത്യം നടത്തിയിരിക്കുന്നത്. യുവാവിന്റെ സുഹൃത്തിനെയും സഹോദരനെയും ഉമ്മയെയും വാപ്പയുടെ ഉമ്മയെയും വാപ്പയുടെ സഹോദരനെയും ഭാര്യയും ഉൾപ്പെടെ 6 പേരെയാണ് വെട്ടിക്കൊന്നിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രതികരണങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഗോകുലം മെഡിക്കൽ കോളേജിൽ 2 പേരുടെ മൃതദേഹവും ഒപ്പം പരിക്കേറ്റ ഉമ്മ ചികിത്സയിലുമാണ്. ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. അത്രയധികം വെട്ടുകൾ ഉണ്ടെന്നാണ് കണ്ട ആളുകൾ പറയുന്നത്. പെൺകുട്ടിയുടെയും അനുജന്റെയും മൃതദേഹം കണ്ടു ഗോകുലം മെഡിക്കൽ കോളേജിൽ എന്നറിയുന്നു. അതേസമയം പ്രതി ഈ കുറ്റസമ്മത മൊഴി നൽകിയതിനു ശേഷം എലിവിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിലാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങളുണ്ട്. സെയ്ഫ് സൈൻലാബ്ദിൻ ആശുപത്രിയിൽ നിന്ന് ചേരുന്നുണ്ട്. സെയ്ഫ്, ഇതിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ് പോലീസ് എങ്കിൽ പോലും എന്തായിരുന്നു ഈ കൊലപാതകത്തിന് കാരണം എന്നുള്ളതിനെ കുറിച്ച് പോലീസിനോട് ഇയാൾ കുറ്റസമ്മതം നടത്തുമ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇയാൾ ഇപ്പോൾ ആശുപത്രിയിൽ ഏതവസ്ഥയിലാണ്? ധന്യ, നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ സ്ഥിരീകരിച്ച വിവരമാണ് പറയേണ്ടത്. പക്ഷേ സ്ഥിരീകരിക്കാത്ത പോലീസിൽ നിന്ന് പ്രാഥമികമായി കിട്ടുന്ന കുറച്ച് വിവരം നമുക്ക് പങ്കുവെക്കാം. അത് പോലീസ് അതിൻ്റെ പൂർണ്ണ തോതിൽ അതിനകത്ത് സ്ഥിരീകരണത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയ പോലീസിൻ്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയ ചില വിവരങ്ങൾ നമുക്ക് പങ്കുവെക്കാം. ഇത് ഫർഷാന എന്ന പേരുള്ള ഒരു പെൺകുട്ടിയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പൂർണ്ണ തോതിൽ 100% സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യമല്ല പറയുന്നത്. പോലീസിൽ നിന്ന് പ്രാഥമികമായി നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ പേര് ഫർഷാന എന്നാണ്. ഇന്തോനേഷ്യയിൽ ഉണ്ടായിരുന്ന പെൺകുട്ടിയാണ്. അത് മലയാളിയാണോ ഇന്തോനേഷ്യയിൽ ജീവിച്ചിരുന്ന കുട്ടിയാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഈ കൊലപാതകിയായ അഫാൻ ഗൾഫിൽ 6 മാസം പോയിരുന്നു. അവിടെ വെച്ചിട്ടുള്ള പരിചയമാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവർ തമ്മിലുള്ള ബന്ധം അത് വീട്ടുകാർ അംഗീകരിച്ചിരുന്നില്ല. അങ്ങനെ കല്യാണം കഴിക്കണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു, പക്ഷേ അംഗീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ അഫാൻ ഈ പെൺകുട്ടിയെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ട് വരുന്നു. അതിനകത്ത് വീട്ടുകാർക്ക് വലിയ എതിർപ്പ് ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കൊലപാതകത്തിൻ്റെ റീസൺ എന്താണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു വ്യക്തത വന്നിട്ടില്ല. ഇത് എതിർത്തത് ഈ കുടുംബക്കാരെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നാണോ, അതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം കൊണ്ടാണോ ഈ കൊലപാതകം നടത്തിയത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഞാൻ പുതുതായിട്ട് നമ്മൾ പോലീസിൽ ഉദ്യോഗസ്ഥരോട് വളരെ വേഗമായിട്ട് പെട്ടെന്ന് സംസാരിക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് വിവരം മാത്രമാണ് അത്. കാരണം അവരും തിരക്കിലാണ്. ആശുപത്രിയിൽ നിന്ന് അതിൻ്റെ കൂടുതൽ ചോദ്യം ചെയ്യലും മറ്റും നടക്കേണ്ടി ഇരിക്കുന്നു. അങ്ങനെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ കാരണം അറിയാൻ കഴിയുകയുള്ളൂ. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു, അതാണ് കൊലപാതക കാരണം എന്ന് പ്രതി പറഞ്ഞതായിട്ട് കേട്ടിരുന്നു. പക്ഷേ അത് പോലീസ് പൂർണ്ണ തോതിൽ വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതിൻ്റെ കാരണം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എന്തിനാണ് വാപ്പായുടെ ഉമ്മായെ 88 വയസ്സുള്ളൊരു സ്ത്രീയെ പാങ്ങോട് പോയി കൊലപ്പെടുത്തുന്നത്? പാങ്ങോട് പോയി കൊലപ്പെടുത്തിയതിന് ശേഷം മണിക്കൂറുകൾ സഞ്ചരിച്ച് എന്തിനാണ് വാപ്പായുടെ ജ്യേഷ്ഠനെയും വാപ്പായുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യയെയും ഒരു വീട്ടിൽ വന്ന് കൊലപ്പെടുത്തുന്നത്? അതിനുശേഷം വീട്ടിലെത്തി 8 വയസ്സുള്ള അനിയനെയും ഈ സുഹൃത്തായ പെൺകുട്ടിയെയും ഉമ്മായെയും എന്തിനാണ് കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്? തലയ്ക്ക് ചുറ്റിക കൊണ്ടടിച്ചു, ഉമ്മായെ ചുറ്റിക കൊണ്ടടിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് അതിഗുരുതരമായ പരിക്കാണ് ഉമ്മായിക്ക് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സീരീസ് ഓഫ് കൊല അങ്ങനെ നടത്തേണ്ടതില്ല. അതൊരു സൈക്കോളജിക്കലി പോലീസ് പറയുന്ന കാര്യമാണ്. അങ്ങനെ സീരീസ് ഓഫ് കൊല സാമ്പത്തിക പ്രതിസന്ധിയാണെന്നുണ്ടെങ്കിൽ വാപ്പാടെ ഉമ്മായെ കൊലപ്പെടുത്തേണ്ട, വാപ്പാടെ ചേട്ടനെയും ഭാര്യയെയും കൊലപ്പെടുത്തേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വേറൊരു തരത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ കൊലപാതകത്തിന് കാരണം എന്ന വാദം പോലീസ് പൂർണ്ണ തോതിൽ വിശ്വാസത്തിലെടുത്തിട്ടില്ല. പിന്നീട് നമ്മൾ കേൾക്കുന്നത്, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫർഷാന എന്നാണ് പെൺകുട്ടിയുടെ പേരെന്നാണ് നമുക്ക് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. ഇന്തോനേഷ്യ ആണ് എന്ന് കേൾക്കുന്നുണ്ട്. മലയാളിയാണോ ഇന്തോനേഷ്യയിൽ താമസിക്കുന്ന പെൺകുട്ടിയാണോ എന്ന കാര്യത്തിലൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇവർ തമ്മിലുള്ള വിവാഹത്തിന് ഇവർ എതിര് നിന്നു, കുടുംബക്കാർ പൂർണ്ണതോതിൽ എതിര് നിന്നു എന്നും കേൾക്കുന്നുണ്ട്. ഈ കേൾക്കുന്നു എന്നതിനപ്പുറം ഇതാണ് സംഭവം എന്ന് പറയാൻ കഴിയുന്ന തരത്തിലുള്ള വസ്തുതകൾ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഞാൻ കേൾക്കുന്നു, പോലീസ് ഇതാണ് പറയുന്നത് എന്ന് സൂചിപ്പിക്കുന്നത്. പുതുതായിട്ട് നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്ന വിവരം അതാണ്. എന്തായാലും ഈ പറയുന്ന കൊലപാതകി ഇപ്പോൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ തന്നെയാണ്
ഉള്ളത്. അല്പസമയത്തിനകം തന്നെ ഈ എലിവിഷം കഴിച്ചതുകൊണ്ട് തന്നെ അതിനകത്ത് ചില പരിശോധനകളും മറ്റും നടത്തേണ്ടിയിരിക്കുന്നു. ആ പരിശോധനകൾക്ക് ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കും മറ്റും പോകും എന്നാണ് നമുക്ക്